ഹേ ഗൈസ്, പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. സോ ബേസിക്കലി എന്തോന്നാണ് ഇന്നത്തെ പരിപാടി, കുറേ ചലഞ്ചസ് ഇപ്പോൾ എൻ്റെ മുന്നിൽ വന്നിട്ടിരിക്കുവാണ്. എന്താ സംഭവിച്ചാൽ എനിക്ക് വളരെ ബാഡായിട്ടുള്ളൊരു അസുഖം പിടിച്ചു, ഒരു ചുമ, അത് ചപ്പ് ചവറ്. അപ്പോൾ അതിന് ശേഷം എൻ്റെ ഹെൽത്ത് ഭയങ്കരമായിട്ട് വേഴ്സായി, ഭയങ്കരമായിട്ട് മോശമായി. എനിക്ക് കുറേ വർക്ക് മിസ്സായി, എൻ്റെ കുറേ ക്ലാസ്സസ് മിസ്സായി, എൻ്റെ കുറേ ക്ലയൻറ്റ് പ്രോജക്റ്റുകൾ മിസ്സായി, കുറേ മീറ്റിങ്സ് മിസ്സായി. ആൻഡ് നിങ്ങളിപ്പോൾ എൻ്റെ ചാനൽ ഗാഡ്ജറ്റ്സ് മലയാളം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ലാസ്റ്റായിട്ട് വീഡിയോ ഇട്ടിട്ടുള്ളത് അറൗണ്ട് ഒരു 9 ദിവസം മുന്നേ ഞാൻ ലാസ്റ്റായിട്ട് വീഡിയോ ഇട്ടിട്ടുള്ളത്. അതിന് ശേഷം 10 ദിവസമായി വീഡിയോ ഇട്ടിട്ട്. ഞാൻ ഭയങ്കര പ്രൗഡായിട്ട് പറയല്ല. അതിനകത്ത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു മാസത്തിൽ യൂഷ്വലി 15 വീഡിയോ ഇടാറുണ്ടായിരുന്നു. അതിനെ കുറച്ച് ഒരു 7 വീഡിയോ 8 വീഡിയോ ആക്കാനാണ് പ്ലാൻ. മോർ ടൈം ഇൻ ടു 1 വീഡിയോ, അങ്ങനെയാണ് ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നത്. കാരണം ഞാൻ തന്നെ ഒന്ന് അനലൈസ് ചെയ്തപ്പോൾ എനിക്ക് എന്തോ ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറച്ച് കോണ്ടൻറ്റുകൾ ചെയ്താൽ കൊള്ളാമെന്ന് തോന്നി. ഉള്ളത് പറയാലോ, എനിക്ക് സ്ഥിരമായിട്ട് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നല്ല വ്യൂസ് കിട്ടും, നല്ല പൈസയും കിട്ടും. പക്ഷേ I'm kind of done with my usual stuff. എന്തെങ്കിലും പുതിയതായിട്ട് എനിക്ക് ചെയ്യണമെന്ന് തോന്നി. കാരണം കഴിഞ്ഞ 7 വർഷമായിട്ട് ഞാൻ സ്ഥിരം കാര്യം ചെയ്തുകൊണ്ടിരിക്കണം. ആപ്പ് വീഡിയോസ്, ആപ്പ് ഗെയിം സീരീസ്, പ്രോഡക്റ്റ് റിവ്യൂസ്, ടെക് എക്സ്പ്ലനേഷൻ, അത് ഇത് ചപ്പ് ചവറ്. എന്തോ ഞാനൊന്ന് ഡിഫറെൻ്റ് ആയിട്ട് ചിന്തിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു പ്ലാനൊക്കെ ഞാൻ ചെയ്തു. മൊത്തത്തിൽ ഞാൻ ഫിഗർ ഔട്ട് ചെയ്തിട്ടുണ്ട്. ഞാനൊരു 15 പേപ്പറുള്ള ഒരു ഡോക്ക് ഷീറ്റ് ഉണ്ടാക്കി. അതിൻ്റെ അകത്ത് ഞാൻ എന്തൊക്കെയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്, എന്തൊക്കെ പ്ലാനിങ് ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്, എന്തൊക്കെ തരത്തിലുള്ള വീഡിയോസ് ആയിരിക്കും എന്നുള്ളതെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചിട്ട് വേറെ വീഡിയോ ഇടാം. നമുക്കൊരു ലീഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം, ഒരു കോസ്മെറ്റിക് ബ്രാൻഡിൻ്റെ ലീഡാണ്. ബൈ ദ വേ, താങ്ക്സ് ടു ഗായത്രി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു സബ്സ്ക്രൈബറാണ് ഞങ്ങളെ കണക്ട് ചെയ്ത് തന്നത്. അപ്പോൾ ദുബായ് ബേസ്ഡ്, UAE ബേസ്ഡ് ആയിട്ടുള്ള ഒരു കോസ്മെറ്റിക് ബ്രാൻഡാണ്. ദേ ആർ അബൌട്ട് ടു സ്റ്റാർട്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു മൈറോ ബോർഡ് ഉണ്ടാക്കുമായിരുന്നു. മൈറോ ബോർഡ് കാണിച്ചു തരാം. സോ ദിസ് ഈസ് വാട്ട് മൈറോ ബോർഡ് ലുക്ക് ലൈക്ക്. ഇത് ജസ്റ്റ് ഒരു മാർക്കറ്റിംഗ് ഫണൽ മാത്രമാണ്. ജസ്റ്റ് കുറച്ച് സിമ്പിളായിട്ടുള്ള ടേംസിലാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇത് ജസ്റ്റ് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റിൻ്റെ, ഒരു സ്പെസിഫിക് ആയിട്ടുള്ള പാർട്ടിൻ്റെ മൈറോ ബോർഡാണ്. അപ്പോൾ ഈ മൈറോ ബോർഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെയാണ് നമ്മൾ ക്ലയൻറ്റുകൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ഒരു ക്ലയൻറ്റിന് എപ്പോഴും ഒരു ഒബ്ജക്റ്റീവ് കാണും. ചിലപ്പോൾ സെയിൽസ് ആയിരിക്കാം, ചിലപ്പോൾ ബ്രാൻഡ് പ്രസൻസ് ആയിരിക്കാം, ഫോളോവേഴ്സ് ആയിരിക്കാം, സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കാം. ആസ് എ യൂട്യൂബർ എൻ്റെ ഏറ്റവും മെയിനായിട്ടുള്ള ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ഗോൾ എന്ന് പറയുന്നത് സബ്സ്ക്രൈബേഴ്സ് ആണല്ലോ, വ്യൂസ് ആണല്ലോ. അപ്പോൾ ഈ ഒരു ബ്രാൻഡിന് അവർക്ക് സെയിൽസ് ആണ് അവരുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഞാനിപ്പോൾ റീസെൻ്റ്ലി ആണ് മൈറോയിലോട്ട് ജമ്പ് ചെയ്തത്. ഞാൻ പറഞ്ഞില്ലേ കുറേ വർക്ക് പെൻഡിങ് ആയിരുന്നു. അപ്പോൾ കുറച്ച് കനേഡിയൻ ക്ലയൻസ് ഉണ്ട്, അവരുടെ റീലൊക്കെ കുറേ ചെയ്ത് കൊടുക്കാനുണ്ടായിരുന്നു, കുറേ പെൻഡിങ് ആയി. അപ്പോൾ ആ റീലൊക്കെ ഞാൻ ഇങ്ങനെ ഇതിൻ്റെ ഇടയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഞാനിപ്പോൾ ഫീഡ്ബാക്കിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഞാൻ വീഡിയോ ചെയ്തു കൊടുത്തു. അപ്പോൾ ഞാൻ ക്ലയൻറ്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതാണ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഈ വാട്സപ്പ് നോക്കുന്നത്. ഞാൻ നമ്മുടെ വ്ളോഗ് ഭയങ്കര 100% റിയൽ ഇൻ ദ സെൻസ്, അല്ലെങ്കിൽ ആ സെറ്റപ്പിലാണല്ലോ വെച്ചേക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ നമുക്ക് എല്ലാം ഒരേ സമയം ഹാൻഡിൽ ചെയ്തുകൊണ്ട് പോകണമല്ലോ. ഞാൻ എവിടെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്? അപ്പോൾ ഈ മൈറോ ബോർഡ് എന്ന് പറഞ്ഞത് ഒരു പ്ലാറ്റ്ഫോമാണ്. ഇവിടെ നമുക്ക് ആ ഒരു ഫ്ലോ ചാർട്ട് മൊത്തത്തിൽ ക്രിയേറ്റ് ചെയ്യാം. നമ്മുടെ മൈൻഡിൽ എന്തെങ്കിലും ഒരു സാധനമുണ്ട്, അതിനെ ഒന്ന് വിഷ്വലി റെപ്രസെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദിസ് ഈസ് ദ ബെസ്റ്റ്. നിങ്ങൾക്കൊരു പ്ലാറ്റ്ഫോമിൻ്റെ അകത്ത് അതിൻ്റെ പെയ്ഡ് വേർഷൻ ഫ്രീ ആയിട്ട് കിട്ടണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് അവരുടെ സപ്പോർട്ടിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് മെയിൽ ചെയ്ത് നോക്കുക. ഞാൻ അങ്ങനെ കുറേ സാധനങ്ങളുടെ അപ്ഗ്രേഡഡ് അല്ലെങ്കിൽ പ്രീമിയം മെമ്പർഷിപ്പ് ഞാൻ ഫ്രീ ആയിട്ട് എടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ മെയിൽ ചെയ്യും. എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട്, ഞാൻ ആ യൂട്യൂബ് ചാനലിന് വേണ്ടിയിട്ടാണ്, ഞാൻ സ്റ്റാർട്ട് ഓഫ് ആണ്. അപ്പോൾ നിങ്ങൾ എനിക്കൊരു 2 മന്ത്സിലത്തേക്കോ 3 മന്ത്സിലത്തേക്കോ മേ ബി ഒരു 1 ഇയറിലേക്കോ എനിക്ക് മെമ്പർഷിപ്പ് ഫ്രീ ആയിട്ട് തന്നു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഓഡിയൻസുമായിട്ട് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുകയും ചെയ്യാം എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ അവർ ചിലപ്പോൾ 1 മാസം തരും, ചിലപ്പോൾ 2 മാസം തരും, ചിലപ്പം കുറേ നാൾ തരും. എനിക്ക് എപ്പിഡമിക് സൗണ്ട്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കോപ്പിറൈറ്റ് ഇല്ലാത്ത മ്യൂസിക് കിട്ടുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. അതിന് എനിക്ക് നല്ലൊരു റേറ്റിനാണ് കിട്ടിയത്. എനിക്ക് 1 വർഷത്തേക്ക് ഫ്രീ ആയിട്ടാണ് കിട്ടിയത്. അടുത്ത കാര്യം പറയാനായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു 3 hours യൂട്യൂബ് മാസ്റ്റർ ക്ലാസ് കോഴ്സ് നടത്തുവാണ്. ഈ കോഴ്സ് ആക്ച്വലി നമ്മുടെ ഈ യൂട്യൂബ് മെമ്പർഷിപ്പുമായിട്ട് ഒരു കണക്ഷനും ഇല്ല. അപ്പോൾ യൂട്യൂബ് മെമ്പർഷിപ്പ് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അതിനകത്ത് നമ്മൾ ഇടുന്ന കോണ്ടൻറ്റുകൾ ഡിഫറെൻ്റ് ആണ്. 3 മാസം മുന്നേ ഒരു 3 hour വർക്ക്ഷോപ്പ് ഞാൻ നടത്തിയിട്ടുണ്ടായിരുന്നു ഓൺലൈനിൽ. അതിൻ്റെ ഭാഗമായിട്ടുള്ള
യൂട്യൂബിൽ നിങ്ങൾക്ക് എങ്ങനെ സ്റ്റാർട്ട് ഓഫ് ചെയ്യാം, കറണ്ട് സിനാരിയോയിൽ എങ്ങനെ യൂട്യൂബ് തുടങ്ങണം, 2025 യൂട്യൂബിൽ എങ്ങനെയൊക്കെ നിങ്ങൾ വീഡിയോ ഇടണം എന്നുള്ളത് സൂപ്പർ ക്ലീനായിട്ട് സൂപ്പർ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിരുന്ന ഒരു 3 hours ക്ലാസ്സാണ്. ആൻഡ് ജോയിൻ ചെയ്യേണ്ടവർക്ക് ജോയിൻ ചെയ്യാം. അതിന് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെ ഞാൻ കമൻറ്റ് സെക്ഷനിൽ കൊടുത്തിരിക്കാം. നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അതിനകത്തായിരിക്കും കൂടുതൽ ഡീറ്റെയിൽസ് ഉണ്ടാവുക. അപ്പോൾ അതിനകത്ത് എൻ്റെ നമ്പറും ഉണ്ടാവും. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ ഡയറക്റ്റ് മെസ്സേജ് അയച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എങ്ങനെയാണ് പേയ്മെൻ്റ് ഒക്കെ ചെയ്ത് നിങ്ങൾക്ക് ചാലുവാക്കാം. കുറച്ച് പേരെൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു എങ്ങനെ ക്ലയൻറ്റുകളെ അപ്രോച്ച് ചെയ്യാം. ഞാൻ യൂഷ്വലി ചെയ്യുന്നത് കോൾ DM ആണ്. ഇതിനകത്ത് ഞാൻ ചെയ്യുന്ന പല വഴികളിൽ ഒരു വഴി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ എൻ്റെ വെബ്സൈറ്റിൽ നിന്ന് ഒരു ടെംപ്ലേറ്റ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ആ ടെംപ്ലേറ്റ് ഇതേപോലെ ഇരിക്കും. ഒരു കോൾ DM ടെംപ്ലേറ്റ് ആണ്. ഇതാണ് ആ കോൾ DM ടെംപ്ലേറ്റ്. ഹേ, നിങ്ങളുടെ പേരെഴുതുക, ഐ എം എ സോഷ്യൽ മീഡിയ മാനേജർ ആൻഡ് കോണ്ടന്റ് ക്രിയേറ്റർ ബേസ്ഡ്. അത് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ബേസ് ചെയ്തിട്ട് ഞാൻ എഴുതിയതാണ്. Allow to create a free Instagram reel for you to showcase my skills and help boost your online presence. If you are up for it, let me know and we can get started. So ഇതിനെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ രീതിയിൽ ചേഞ്ചസ് ഒക്കെ വരുത്താം. ഇതിനകത്ത് ഞാൻ എ സോഷ്യൽ മീഡിയ മാനേജർ ആൻഡ് കോണ്ടന്റ് ക്രിയേറ്റർ ബേസ്ഡ് ഇൻ ടൊറോണ്ടോ എന്ന് കൊടുത്തിട്ടുണ്ട്. യു ഗൈസ് ക്യാൻ ചേഞ്ച് ഇറ്റ് ടു വിച്ച് എവർ പ്ലേസ് യു വാണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ഗൂഗിൾ മാപ്പ് എടുക്കുക. ഗൂഗിൾ മാപ്പ് എടുത്തതിന് ശേഷം നിങ്ങളുടെ ലൊക്കാലിറ്റിയിലുള്ള നിങ്ങളുടെ സറൗണ്ടിങ്ങിലുള്ള റെസ്റ്റോറൻറ്റ്സിനെ സെർച്ച് ചെയ്യുക. നിങ്ങളിപ്പോൾ ഗൂഗിൾ മാപ്പ് എടുക്കുകയാണെന്നുള്ളത് ഇങ്ങനെ ആയിരിക്കും വരിക. റെസ്റ്റോറൻറ്റ്സ് ഇൻ ട്രിവാൻഡ്രം എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ട്രിവാൻഡ്രത്തുള്ള റെസ്റ്റോറൻറ്റ്സ് വരും. സോ ഇതിനകത്ത് ഏതെങ്കിലും ഒരു റെസ്റ്റോറൻറ്റ് എടുക്കുക. റെസ്റ്റോറൻറ്റ് എടുത്തതിന് ശേഷം അവരുടെ വെബ്സൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ അവരുടെ ഇൻസ്റ്റഗ്രാം ID കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരുടെ ഫോൺ നമ്പറിലേക്ക് അയക്കാം. ഫോൺ നമ്പർ ഞാൻ റെക്കമെൻഡ് ചെയ്യൂല. അവരുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അവരുടെ സോഷ്യൽ മീഡിയ ഡീറ്റെയിൽസ് ഉണ്ടാവും. അല്ലെങ്കിൽ ഈ പേര് ജസ്റ്റ് ഇൻസ്റ്റഗ്രാമിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. അതിനുശേഷം നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അവർക്ക് ഈ ടെംപ്ലേറ്റിലുള്ള ഈ കോൾ DM അയക്കാം. ഇഫ് ദേ ആർ ഇൻട്രസ്റ്റഡ് ദേ വിൽ ലെറ്റ് യു നോ. ദെൻ നിങ്ങളുടെ കഴിവാണ്. നിങ്ങൾ സംസാരിച്ചെടുക്കും പോലെ നിങ്ങൾ ഓഫർ കൊടുക്കും പോലെയൊക്കെ ഇരിക്കും. ഇഷ്ടം പോലെ വഴികളുണ്ട് നമുക്ക് ക്ലയൻറ്റുകളെ കിട്ടാനായിട്ട്. ബട്ട് ഞാൻ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ടുള്ളൊരു വഴി പറഞ്ഞു തന്നേ ഉള്ളൂ. ഇത് നല്ലൊരു വഴിയാണ്. കുറച്ച് വർക്കിംഗ് ആയിട്ടുള്ള വഴിയാണ്. ആരെ ബുദ്ധിമുട്ടിക്കുന്നില്ല. ഒരുപാട് സ്പാം മെയിലുകൾ അയക്കേണ്ട, സ്പാം ചെയ്യേണ്ട. സിമ്പിളായിട്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റും. ആൻഡ് സ്പെൻഡ് അറ്റ്ലീസ്റ്റ് 2 hours per day. നിങ്ങൾ മാസം ഒരു 1000 DM അയച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഒരെണ്ണമെങ്കിലും റെസ്പോണ്ട് ചെയ്യാതിരിക്കില്ല. ട്രൈ ഡൂയിങ് ഇറ്റ്. നിങ്ങൾ ഇങ്ങനത്തെ മൈൻഡ് സെറ്റ് വെച്ചാൽ മതി. 1000 പേർക്ക് നിങ്ങൾ അയച്ചു കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് ഒരാളായിരിക്കും നിങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യുക. ഓക്കെ, ആ ഒരു മൈൻഡ് സെറ്റ് എപ്പോഴും വയ്ക്കുക. ബൈ ദ വേ, പിന്നെ നമുക്കുള്ളൊരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനലിൽ 5000 സബ്സ്ക്രൈബേഴ്സായി. താങ്ക് യു ഗൈസ്. ആൻഡ് ഈ 5000 സബ്സ്ക്രൈബേഴ്സ് എന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് അറിഞ്ഞതിലും വളരെയധികം സന്തോഷമുണ്ട്. ഇപ്പോൾ ഞാൻ കമ്പയർ ചെയ്യുന്ന സമയത്ത് 5000 സബ്സ്ക്രൈബേഴ്സ് വെച്ചിട്ട് എനിക്കിപ്പോൾ അറ്റ്ലീസ്റ്റ് 2000-3000 വ്യൂസ് കിട്ടുന്നുണ്ട്. ദാറ്റ് മീൻസ് ദാറ്റ് സിംപ്ലി കൂൾ. നൗ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിയാലോ. മൂട് പോയി. നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം കേട്ടോ. സോ ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചുമ്മാ ലീഡുകൾ കിട്ടും. ദെൻ അവർ മെമ്പർഷിപ്പ്. സോ അവർ മെമ്പർഷിപ്പ് ഈസ് ഔട്ട്. നിങ്ങൾക്ക് നമ്മുടെ ചാനൽ എടുത്തു കഴിഞ്ഞാൽ ജോയിൻ എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ കാണാൻ പറ്റും. ഈ ജോയിൻ ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. സോ ഇറ്റ്സ് ലൈക്ക് ഏൺ ഫ്രം യൂട്യൂബ് എന്നാണ് ആ ഒരു മെമ്പർഷിപ്പിൻ്റെ പേര്. ഇതിൻ്റെ അകത്തുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ആഴ്ചയിലും 2 members only വീഡിയോസ് ഉണ്ടാവും. അതുപോലെ തന്നെ ഏർലി ആക്സസ്. എൻ്റെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് മറ്റ് മെമ്പേഴ്സ് അല്ലാത്തവർ കാണുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. മെമ്പേഴ്സ് ഓൺലി ലൈവ് സ്ട്രീം കാണും. ആൻഡ് ഇതിനകത്ത് നമ്മൾ കാണിക്കുന്ന വീഡിയോസും അതുപോലെ തന്നെ ലൈവ് എന്നൊക്കെ പറയുന്നത് കംപ്ലീറ്റ്ലി യൂട്യൂബിൽ എങ്ങനെ നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാം, എങ്ങനെ യൂട്യൂബ് ചാനൽ സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്യാം, അതിൻ്റെ പുറകിലുള്ള ലീഗൽ ഇഷ്യൂസ് എന്തൊക്കെയാണ്, ഏതൊക്കെ കാറ്റഗറി വീഡിയോസ് ഉണ്ടാക്കാൻ പറ്റും, കംപ്ലീറ്റ്ലി AI ഉപയോഗിച്ചിട്ട് എങ്ങനെ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാം, അതിൻ്റെ അകത്തുനിന്ന് പൈസ ഉണ്ടാക്കാം, നിങ്ങൾക്ക് യൂട്യൂബിൻ്റെ അകത്ത് മറ്റ് യൂട്യൂബേഴ്സുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് എങ്ങനെയൊക്കെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും, കാശ് ഉണ്ടാക്കാൻ പറ്റും എന്നിങ്ങനെ സകലമാന സാധനങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ
നമുക്ക് വേണ്ടി തന്നെ ഒരു ഡിസ്കോഡ് സെർവർ ഉണ്ടാവും, നമുക്ക് വേണ്ടി മാത്രമായിട്ട് ഈ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാവും, നിങ്ങൾക്ക് ഞാനുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ. അപ്പോൾ ഓൾറെഡി കുറേ പേര് എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് മെമ്പർഷിപ്പ് എപ്പോഴാണ് ആക്റ്റീവ് ആക്കാമെന്ന്. ഇത് ആക്റ്റീവാണ്, ബട്ട് ഞാനിതുവരെ പ്രൊമോട്ട് ചെയ്തിട്ടില്ല. ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. കുറച്ച് നാളെ വീഡിയോ ഇട്ടിട്ട് എനിക്ക് അസുഖങ്ങളൊക്കെ ആയിട്ട് വയ്യാതായതുകൊണ്ടാണ് വീഡിയോ എടുക്കാനും ഇടാനും എഡിറ്റ് ചെയ്യാനൊന്നും പറ്റാത്തത്. യു ഗൈസ് ആർ സോ ഗുഡ്, സോ ഫ്രീക്കിംഗ് ഗുഡ്. പലരുടെയും യൂട്യൂബ് ചാനലിൽ നിങ്ങൾ പോയിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ കാണുന്നില്ല ഞാൻ പറയുന്നില്ല. ഞാനിങ്ങനെ ഈ കമൻറ്റൊക്കെ വായിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ചിരിക്കും. ഒബ്വിയസ്ലി ചിലപ്പോൾ എനിക്ക് ഭയങ്കര ബാഡ് ആയിട്ടുള്ളൊരു ഡേ ആയിരിക്കും അന്നത്തെ ദിവസം, ബട്ട് താങ്ക് യു ഗൈസ്, താങ്ക് യു. അപ്പോൾ ബൈ.